ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഒഴുദ് മറക്കൂജ. ഓക്കെ, ഇതിൻ്റെ ബോക്സിലും ഷെല്ലിലൊക്കെ ആയിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതിങ്ങനെ പെർഫ്യൂം ഇതിലിങ്ങനെ വൈറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ പെർഫ്യൂം ഒരു ബ്ലൂ ബോട്ടിലായിട്ട് ഒരു പ്രത്യേക രസമുണ്ട്. നല്ലൊരു വെയിറ്റുള്ള ക്യാപ്പും ഒരു നീഷ് പെർഫ്യൂംസിന് വേണ്ടല്ല ഒരു ക്വാളിറ്റിയും ഇതിനുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു ക്വാളിറ്റി ഒരു കംഫർട്ട് ഫാക്ടർ ഇതിലില്ല കേട്ടോ. ഞാൻ ലൂയി വിട്ടൻ്റെ ഇമാജിനേഷൻ ഇങ്ങനെ ഒരു ഔട്ടർ ഷെല്ലും ഉണ്ട്. വാട്ട്സ് ഓവർ. ഈ പെർഫ്യൂം ഫസ്റ്റ് അവർ ട്രൈ പോയി നോക്കുമ്പോൾ എനിക്ക് നമ്മുടെ ബത്തൂക്ക് പബ്ലിക്കല്ലേ, അതൊക്കെയാണ് എനിക്ക് ഓർമ്മയ്ക്ക് വന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഓർമ്മ വരുന്നത്. ഈ പെർഫ്യൂം അടിക്കുമ്പോഴൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോഴുള്ള ഒരു മണം, ആ പബ്ലിക്കത്തിൻ്റെ ഒരു മണം തന്നെയാണ് എൻ്റെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നത്. ഇത് ഫ്ലേവറാന്നില്ല, പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഒരു പബ്ലിക്കത്തിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു മെമ്മറിയാണ് എനിക്ക് ഓർമ്മയ്ക്ക് വരുന്നത്. ഇതൊരു മാസ്റ്റർ പീസ് ഐറ്റാണ് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ഈ പെർഫ്യൂം വാങ്ങിക്കണ്ടേ കുറേ ഇനഫ് ട്രയലാക്കിയിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് ഒരു സാറ്റിസ്ഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു ബൈയായി ഒഴുദ് മറക്കൂജ. ഇതൊരു ഫ്രൂട്ടി പെർഫ്യൂം. ഞാൻ ഇതിന് നോട്ടും കാര്യങ്ങളും പറഞ്ഞുതരാം. ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു പെർഫ്യൂം അടിച്ചുടനെ ഇതിൻ്റെ ക്ലോണായിട്ടുള്ള ജിസ അക്കോയെ ഞാൻ ട്രൈ ആക്കിയിട്ടുണ്ട്. അതിലൊന്നും ഇല്ലാത്തൊരു ഫാക്ടറാണ് ഇതിൻ്റെ ജ്യൂസി ഓപ്പണിങ്. ആ ഒരു ജ്യൂസി ഓപ്പണിങ് മൈൻഡിലേക്ക് തട്ടുമ്പോൾ തന്നെ ഒരു സുഖം, ഒരു മനസുഖം, എന്തെന്നില്ലാത്തൊരു സുഖം നമ്മളെ തേടി വരും എന്ന് പറഞ്ഞതുപോലെ ഒരു പെർഫ്യൂം പാഷനേറ്റുള്ള ആളുകൾക്ക് ഈ പെർഫ്യൂമുകൾക്ക് മൈൻഡിലേക്ക് തട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗി പെർഫ്യൂമിനുണ്ട്. അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഒഴുദ് മറക്കൂജ. ഇതിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റിൽ സ്ഥിരം ഞാൻ എപ്പോഴും എടുത്തടിക്കുന്ന ഒരു പെർഫ്യൂം ഒഴുദ് മറക്കൂജ. നിങ്ങൾ ഇതിൽ ഒഴുദ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, ഒഴുദ് പേരിലുണ്ട് വിചാരിച്ചിട്ട് ഇത് ഊത് എവിടെയെന്നുള്ളത് തന്നെ എനിക്ക് ചില നേരത്തെ തോന്നിപ്പോയിട്ടുണ്ടെന്ന്. സംഗതി ബേസിക്കലി ഞാൻ പെർഫ്യൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വിക്ടോറിയ സീക്രട്ടിൻ്റെ ബോംഷിൽ അടിച്ചവർക്കറിയാം, അതിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്മെല്ല്. അതിനൊരു പ്രത്യേക അഡിക്റ്റീവ് നേച്ചർ ഉണ്ട്. അതിനൊരു പ്രത്യേക ഒരു സെഡക്റ്റീവും അഡിക്റ്റീവ് നേച്ചർ. ലേഡീസൊക്കെ അടിച്ച് അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു മനസ്സിലാവും അത് വിക്ടോറിയ സീക്രട്ടാണ് ഉള്ളത്. അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഓറുള്ള പെർഫ്യൂമാണ് വിക്ടോറിയ സീക്രട്ടിൻ്റെ ബോംഷിൽ. അതിന് മാത്രം ഫേമസുമാണ്. വിക്ടോറിയ സീക്രട്ട് ഒരു ജെൻസിനെ ഇറക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിലേക്കാൾ ഉപരി ഒരു മോർ പ്രൊജക്റ്റിംഗ്, മോർ സെൻക്ലോഡ്, മോർ മസ്കുലിൻ എന്നുള്ള രൂപത്തിലൊരു പെർഫ്യൂമാണ് ഒഴുദ് മറക്കൂജ. ഇതൊരു പാഷൻ ഫ്രൂട്ട് ആയിട്ട് ഇങ്ങനെ പോണ പെർഫ്യൂമാണ്. പാഷൻ ഫ്രൂട്ട് ഓപ്പണിങ്ങിൽ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ജ്യൂസി മാംഗോ പാഷൻ ഫ്രൂട്ട് ഓപ്പണിംഗ് ആണ് കേട്ടോ. ഒപ്പം ഒരു പൗഡറി. ഇത് അടിച്ചേക്ക് തന്നെ ഇതെങ്ങനെ ഇവരുണ്ടാക്കി? സാറേ, ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു പൗഡറി ജ്യൂസി സാധനമുണ്ട്. ഒരു വരവുണ്ട്, വീണു പോവും ഉറപ്പാണ്. അത്രയും ലക്ഷറി പെർഫ്യൂം ഒന്ന് കിട്ടുന്ന ഒരു ഒഴുക്ക് വരാണ്ട് നമുക്ക് റോജ പെർഫ്യൂംസിലാണ് ഈ ഒഴുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു തഴുകി തലോടുന്ന ഒരു ഫീല്, നമ്മളങ്ങനെ തഴുകി തലോടുന്ന ഒരു ഫീൽ റോജ ആംബർ ഊദിൽ ഉണ്ടായിരുന്നു. അത് ഓപ്പണിങ്ങിലുള്ള ഒരു ആംബർ ഗ്രിസാണ് ആ സാധനം. അതിൻ്റെ ഒരു റിഫൈൻഡ് എലമെൻറ്റ് ഇതിലിങ്ങനെ തഴുകി നമ്മൾ പോവും. ആ ഒരു നാച്ചുറൽ പാഷൻ ഫ്രൂട്ട്. അതിൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ നോട്ട് നോക്കട്ടെ കേട്ടോ, എന്തൊക്കെയാണ് പറയാൻ എനിക്ക് കിട്ടണില്ല. പാഷൻ ഫ്രൂട്ട് കിട്ടുന്നുണ്ട്, മാംഗോ കിട്ടുന്നുണ്ട്. ഞാൻ സ്റ്റെക്കാണ്, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ. ഇതിലിപ്പോൾ ഞാനിതിൽ നോക്കുമ്പോഴേ ആംബർ ഉണ്ട്, വനില ഉണ്ട്, പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ടർക്കിഷ് റോസ് ഉണ്ട്.
പക്ഷെ ഇതിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം ആംബർ ഗ്രീസ്, ആ ഒരു ഫ്രണ്ടിൽ കിട്ടുന്ന മുടി പൗഡറി സംഗതി ഇതിലില്ല. ലാബ്ഡൺ ഉണ്ട്. എന്തായാലും എന്താ, അപ്പോൾ ഇതിലേക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു പൗഡറി മുടി നോട്ട് വരുന്നുണ്ട് നമ്മുടെ മൈൻഡിലേക്ക്. ജ്യൂസി പാഷൻ ഫ്രൂട്ട്, കുറച്ച് ഫ്രൂട്ടി നോട്ട് ആയിക്കൂടെ, അതിൽ കൂടെ കുറച്ച് മാങ്ങ, മനസ്സിലായില്ല, മാംഗോ ഇതൊക്കെ കിട്ടുന്നുണ്ട്. ആ മാംഗോയുടെ ഒപ്പം തന്നെ ഒരു പൗഡറി വുഡി നോട്ടാണ്. അത് ഉഴുതല്ല, അതൊന്നും ഫസ്റ്റ് അപ്ലൈയിൽ കിട്ടൂല കേട്ടോ. ഫസ്റ്റ് ഈ ഫ്രൂട്ടി ജ്യൂസി സാധനങ്ങളുടെ മേത്ത് വന്നിട്ട് ആദ്യം ഒരു തട്ടലാണ്. അതിനുശേഷം കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൗഡറി സാധനം കയറി വരും. ഈ വുഡി നോട്ടിന് അല്ലെങ്കിൽ ഈ ജ്യൂസി നോട്ടിന് ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് ഒരു പൗഡറി വുഡി നോട്ട് കേട്ടോ. അവിടുന്ന് പിന്നെ ഇത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജ്യൂസി പാഷൻ ഫ്രൂട്ടിലെ ജ്യൂസി എലമെന്റ് കുറച്ച് പാഷൻ ഫ്രൂട്ട് ഫോർവേഡായിട്ട് പിന്നെ അവിടുന്ന് മിഡിൽ നോട്ടിലേക്ക് ഈ വുഡി നോട്ടും കുറച്ച് കയറി വരുന്നുണ്ട്. അത് തന്നെയാണ് ബേസ് നോട്ടിലേക്ക് പോകുന്നത്. അടിക്ക് കുറച്ചും കൂടി എത്തുമ്പോൾ ഒന്നും കൂടി സ്വീറ്റായിട്ട്, കുറച്ചും കൂടി വെനില, ഒരിത്തിരി പാഷൻ ഫ്രൂട്ട്, ഒന്നും കൂടി നമുക്ക് കുറച്ചും കൂടി തിക്കർ ഡെപ്ത് ഉള്ള ഒരു പാഷൻ ഫ്രൂട്ടായിട്ട് വുഡി നോട്ട് അവിടുന്ന് ഇതിങ്ങനെ തെന്നി മാറി പോകുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ബേസ് നോട്ടും പോകുന്നത്. ഇതിൽ ലെതറൊക്കെ കൊടുത്തിട്ടുണ്ട്, അറിയില്ല. ഹൗസ് ഓവർ ഇതിൽ ഉഴുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രഡീഷണൽ ഉഴുതിൻ്റെതായിട്ടുള്ള ഒരു സംഗതി ഇതിലില്ല. നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു ബാനിയാടി സ്കാങ്കി അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലൊരു ഇതൊന്നുമില്ല. അങ്ങനത്തെ പെർഫ്യൂമുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത റിവ്യൂ ഇടാം. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഊത് പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഊത് മറക്കൂജയാണ്. നിങ്ങൾക്കൊരു ഊത് പറഞ്ഞ സാധനത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കുറച്ച് വകഭേദങ്ങളിൽ ഒന്ന് ഊത് മറക്കൂജ. One of the most satisfiable buy in 2025. ഇതിൻ്റെ ഈ ജ്യൂസി നോട്ട് ഫസ്റ്റ് കിട്ടിയാണ്ടല്ലോ, പിന്നെ നമ്മൾ അത് മതി ഈ പെർഫ്യൂം വാങ്ങിക്കാന്നുള്ളത്. ദിസ് ഈസ് എക്സോട്ടിക്, ഹൈലി എക്സ്പെൻസീവ് ആണ്. യു ഗൈസ് ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ പറഞ്ഞ പോലെ ഓടിപ്പോയിട്ട് വാങ്ങിക്കണ്ട. എനിക്കിത് അത്യാവശ്യം നല്ല ലാസ്റ്റിങ്ങും നല്ല പ്രൊജക്ഷനും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 8+9+ ഹവേഴ്സ് ഇതിൻ്റെ ഡ്രസ്സിലും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ ഒരു ലൗഡ് പ്രൊജക്റ്റിംഗ് അല്ല. ഈ ജ്യൂസി നോട്ട് അത്രയും റിഫൈൻഡും അത്രയും ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ഒരു സെൽഫ് എൻജോയ്മെൻറ്റിൽ ഒരു അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷനാണ് ഈ പെർഫ്യൂം തന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അവരുടെ അടുത്ത് അത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ ഇമാജിനേഷൻ പസഫിക് ചില്ലൊക്കെ ഞാൻ അടിച്ചിട്ട് ഓഫീസിലേക്ക് വരുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് പറയാറുണ്ട്, ഇങ്ങോട്ട് വന്നിട്ട് ഒരു നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഈ പെർഫ്യൂമിന് അങ്ങനെ ഒരു അപാര സെൻ ക്ലൗഡൊന്നോ സെൻ ബബിളൊന്നും ഒന്നുമില്ല. നമ്മളിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ ഒരു ജ്യൂസി ഫ്രൂട്ടി നോട്ടിൽ ഇങ്ങനെ ആസ്വദിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കും, ഇതിൻ്റെ നാച്ചുറൽസും ഇങ്ങനെ മനസ്സ് തട്ടിയിട്ട്. അതാണ് ഈ പെർഫ്യൂം ഉള്ളത് മറക്കൂജ. ഒരു 8-9 മണിക്കൂറോളം ക്ലോത്തിൽ ലാസ്റ്റിംഗ് ഉണ്ട്. പക്ഷേ ലൗഡ് പ്രൊജക്റ്റിംഗ് അല്ല, പക്ക നാച്ചുറലി ഉള്ള ഒരു ഫീലാണ്. ഐ ഡോണ്ട് നോ ഇതിലെന്തേലും എന്താ പറയുക കെമിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ നാച്ചുറൽ ടു നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അതേ ഒരു ഫീലാണ് ഇതിൽ. ഇത്രത്തോളം നാച്ചുറലി ഫീൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ നിഷാനിയുടെ ഹാസിവത്ത്, അതിൻ്റെ ഒരു പൈനാപ്പിൾ നോട്ടൊക്കെ പക്ക നാച്ചുറലായി. നിഷാനിയുടെ അനി അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ പെർഫ്യൂംസ് ഡിമാലിയുടെ ഗ്രീൻലി, ഇതേപോലത്തെ ഒരു അത്രയും നാച്ചുറൽ ക്വാളിറ്റിയിൽ നമ്മുടെ മൈൻഡിന് ഇങ്ങനെ തഴുകി തളർന്ന ഒരു ഫീലുള്ള ഒരു പെർഫ്യൂം. ഇൻഷാ അല്ലാഹ് ഇത് എക്സ്പെൻസീവാണ്, എക്സോട്ടിക്കാണ്. ട്രൈ ആക്കുക. ഈ ഒരു പെർഫ്യൂം ട്രൈ ആക്കി ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളി. ഇത് എല്ലാ ക്ലൈമറ്റും ലാസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അസ്സലാമു അലൈക്കും, അടുത്ത വീഡിയോയിൽ കാണാം.